എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമായണത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരേടാണ് ലക്ഷ്മണൻ എന്ന് പറയുന്ന കഥാപാത്രം. ലക്ഷ്മണന്റെ സാന്നിധ്യം സദാസമയവും നമുക്ക് രാമായണത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ വിശേഷപ്പെട്ട ഒരു പ്രവർത്തനം അത് ഇന്നും പല സന്ദർഭങ്ങളിലും ഒരു ശൈലിയായി മലയാളികൾ ഉപയോഗിക്കാറുണ്ട്. അത് ലക്ഷ്മണരേഖ എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ലക്ഷ്മണരേഖയെക്കുറിച്ചാണ്. ഒപ്പം സീതാപഹരണം വരെയുള്ള കഥയും നമുക്കിന്ന് അനുസ്മരിക്കാം. ഈ രംഗത്തിന് മുൻപായി ഒരു രംഗം എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഭഗവാൻ വനവാസത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് നോക്കൂ, കൈകേയി മാതാവ് ആവശ്യപ്പെട്ടത് 2 വരങ്ങളാണ്. ഒന്ന്, ഭരതനെ രാജാവാക്കണം. 2, രാമനെ കാട്ടിലേക്ക് അയക്കണം. സീതയെ കാട്ടിലേക്ക് അയക്കണമെന്നോ അല്ലെങ്കിൽ ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കണമെന്നോ ഒരിക്കലും കൈകേയി മാതാവ് ആവശ്യപ്പെട്ടിട്ടില്ല. ധർമ്മപത്നി എന്നുള്ള സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സീത ഭഗവാന്റെ കൂടെ പോവേണ്ട ആള് തന്നെയാണെന്ന് വിചാരിക്കാം. ലക്ഷ്മണന് യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല ഭഗവാന്റെ കൂടെ പോവാൻ. പക്ഷേ ആ സഹോദര സ്നേഹത്തിന്റെ ബാഹുല്യം കൊണ്ട് രാമൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് എന്നുള്ള ഭാവമുള്ളത് കൊണ്ട് ലക്ഷ്മണൻ അദ്ദേഹത്തെ അനുഗമിച്ചു. അങ്ങനെ ലക്ഷ്മണൻ വനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ലക്ഷ്മണന്റെ മാതാവായിട്ടുള്ള സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഒരു ഉപദേശത്തെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്. പ്രശസ്തമായിട്ടുള്ള വരരുചിയുടെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഇതാണ് എന്നാണ് സങ്കല്പം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാധയതേ സുഖം എന്നാണ്. നീ വനത്തിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട മകനെ, സാക്ഷാൽ ശ്രീരാമനെ നീ നിന്റെ അച്ഛനായിട്ട് കണ്ടുകൊള്ളുക, ജാനകിയെ ഞാനായിട്ട് കണ്ടുകൊള്ളുക, നിങ്ങൾ താമസിക്കുന്ന ആ കാട് അത് അയോധ്യയാണ് എന്ന് സങ്കല്പിക്കുക, എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ സന്തോഷത്തോടുകൂടി പോയി വരൂ എന്ന് പറഞ്ഞ ഒരമ്മ രാമായണത്തിലുണ്ട്. അവരുടെ പേര് സുമിത്ര എന്നാണ്. അതുകൊണ്ടായിരിക്കണം രാമായണത്തിൽ പല ദിക്കിലും ലക്ഷ്മണ എന്നുള്ള ശബ്ദത്തിനോടൊപ്പം തന്നെ സൗമിത്രേ എന്നുകൂടി ലക്ഷ്മണനെ വിളിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മകനാണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണനാണ് ഭഗവാന്റെ കൂടെ സദാസമയവും ഊണില്ലാതെ ഉറക്കമില്ലാതെ സഞ്ചരിച്ചത്. മായപ്പൊന്മാന്റെ പുറകെ ഭഗവാൻ ആ മാനിനെ പിടിക്കാനായി പോയ സമയത്ത് ലക്ഷ്മണനെയാണ് സീതാദേവിയുടെ സുരക്ഷിതത്വം ഏൽപ്പിക്കുന്നത്. സ്വന്തം അമ്മയായിട്ടല്ലാതെ ദേവിയെ അന്നേ വരെ ലക്ഷ്മണൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മ എന്നുള്ള ഭാവത്തിൽ പുറത്ത് കാവൽ നിൽക്കുന്നു ലക്ഷ്മണൻ. ആ സമയത്താണ് മായാവിയായിട്ടുള്ള മാരീചന്റെ ഉറക്കെയുള്ള കരച്ചിൽ, അനിയാ ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്നുള്ളത്. ആ കരച്ചിൽ കേൾക്കുന്നതോടുകൂടി സീതാദേവിയുടെ മനസ്സിലുണ്ടാവണ സംഘർഷങ്ങൾ, തൻ്റെ ഭർത്താവിന് എന്തെങ്കിലും അപകടം പിണഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഭാര്യയുടെ ചിന്ത, അത് ലക്ഷ്മണനെ ആ ദിക്കിലേക്ക് അയക്കാൻ ദേവിയെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ തൻ്റെ ജ്യേഷ്ഠന്റെ പോരാട്ട വീര്യത്തിൽ അത്യധികം വിശ്വാസമുണ്ടായിരുന്ന ലക്ഷ്മണസ്വാമി ഇത് ആ രാക്ഷസന്റെ മായയാണ് എന്ന് ദേവിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ചപലമായിട്ടുള്ള മനസ്സുള്ള സീതാദേവി ആ വാക്കുകൾ ചെവി കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് സീത സംസാരിക്കുന്നത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഭാഷയിലാണ്. സ്വന്തം അമ്മയെപ്പോലെ മാത്രം സീതയെ കണ്ടിട്ടുള്ള ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി സീത പറയുന്ന വാക്കുകൾ ആ പാവം ലക്ഷ്മണസ്വാമിയുടെ മനസ്സ് കീറി മുറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നിന്റെ ഉദ്ദേശം എന്നെ കൂടി തട്ടിയെടുക്കാം എന്നുള്ളതാണ്, നീയും രാക്ഷസന്മാരും തമ്മിലുള്ള പങ്കുകച്ചവടമാണിത് എന്ന് തുടങ്ങി ഒരിക്കലും ഒരു സഹോദരന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ദേവി അവിടെ സംസാരിക്കുന്നത് മുഴുവൻ. ഒരു പരിധി വരെയൊക്കെയാണ് അത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേട്ടു നിൽക്കാനുള്ള ത്രാണി ലക്ഷ്മണന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ദേവിയുടെ വാക്കുകൾ കേട്ട് അത്യധികം നിർബന്ധിതനായി ആ ഭാഗത്തേക്ക് പോകാനായി തയ്യാറെടുക്കുന്നത്. തന്നെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം, തൻ്റെ ചേട്ടത്തി അമ്മയുടെ സുരക്ഷിതത്വം എന്നുള്ള ഉത്തരവാദിത്തം, അതപ്പോഴും അദ്ദേഹം മറന്നില്ല. തൻ്റെ കയ്യിലുള്ള ആ ദിവ്യാസ്ത്രം കൊണ്ട് ഒരു രേഖ ആ ആശ്രമത്തിന് മുമ്പിലായി ലക്ഷ്മണൻ വരയ്ക്കുന്നു. അമ്മയോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു, ദയവായി ഈ രേഖയ്ക്ക് ഇപ്പുറത്തേക്ക് അമ്മ കടക്കരുത്, ഇതിനപ്പുറത്ത് വന്ന് ഒരാൾക്കും അമ്മയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു വാക്കുകൂടെ പറഞ്ഞാണ് ലക്ഷ്മണൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ഭർത്താവിനോടുള്ള അതിയായ സ്നേഹം കാരണം ആ വാക്കുകളൊന്നും തന്നെ ഹൃദയത്തിലേക്കോ ശിരസിലേക്കോ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല സീതാദേവി. ആ സമയത്താണ് പ്രച്ഛന്ന വേഷധാരിയായി ഒരു ഭിക്ഷക്കാരന്റെ, ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഭിക്ഷാന്തേഹിയായി രാവണൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതും ദേവിയോട് ഭിക്ഷ ചോദിക്കുന്നതും
ഭിക്ഷ തരേണ്ടത് ദൂരെ മാറി നിന്നല്ല തൊട്ടടുത്ത് വന്നാണ് എന്ന് നിർബന്ധിക്കുന്നതും, ലക്ഷ്മണ രേഖയ്ക്ക് ഇപ്പുറത്തേക്ക് ദേവിയെ കൊണ്ടുവരുന്നതും, കടന്നു പിടിച്ച് ദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതും. ഒരു നിമിഷം മനസ്സിലുണ്ടായ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ആ ദേവി അനുഭവിക്കേണ്ടി വന്ന യാതനകൾ പിന്നീട് എത്രത്തോളമാണ് എന്ന് രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു സുഹൃത്തിനെ, ഒരു സഹോദരനെ ഒക്കെ അവിശ്വസിക്കുന്നതിന് മുമ്പ് അത്രയധികം പ്രകടമായിട്ടുള്ള തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ആ സുഹൃത്ത് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ സംരക്ഷണത്തിനാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ദേവി ഒരു ലീലയിലൂടെ നമുക്കത് കാണിച്ചു തന്നതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും എപ്പോഴും മനസ്സിൽ ഒരു ലക്ഷ്മണരേഖ നിരന്തരം സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ധർമ്മത്തിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് കടന്നു ചെല്ലാതിരിക്കാൻ ആ ലക്ഷ്മണരേഖ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.